ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെയുള്ള ബാൽക്കണിയിൽ നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ ഇത്. ഇപ്പോഴത്തെ ഒരു റൂട്ടീനിൽ രാവിലെ 5:30 സമയത്ത് എഴുന്നേൽക്കാൻ ശ്രമിക്കാറുണ്ട്. അതുപോലെ ഒരു 5:30 to 6 നമ്മുടെ ബേസിക് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് 6 to 6:30 മോർണിംഗ് വാക്കിന് പോവും. വീക്ക് ഡേ ആണെങ്കിലും വീക്കെൻഡ് ആണെങ്കിലും പോകാൻ നോക്കാറുണ്ട് കേട്ടോ. രാവിലെ ചെയ്യാവുന്ന ഒരുപാട് ആക്ടിവിറ്റീസ്, പ്രൊഡക്റ്റീവായിട്ടുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ടല്ലേ. അത് പലർക്കും പലതായിരിക്കും. ചിലർക്ക് ഇതുപോലെ എന്തെങ്കിലും എക്സസൈസ് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും ഇഷ്ടം. ചിലർക്ക് ഇതുപോലെ ടു ഡു ലിസ്റ്റൊക്കെ എഴുതി അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നതായിരിക്കും. ചിലർക്ക് ബാൽക്കണിയിലൊക്കെ പോയി ഒന്ന് മെഡിറ്റേഷൻ ചെയ്യുക, അങ്ങനെയായിരിക്കും. അപ്പം ഇത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. അതുപോലെ നമ്മളുടെ ലൈഫ് സ്റ്റൈലിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നമ്മൾ ഏത് സമയത്ത് എഴുന്നേൽക്കുന്നു, അതുപോലെ നമ്മൾ ചെയ്യുന്ന ജോലി, ഇതിനൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് സ്യൂട്ടാവുന്ന ആക്ടിവിറ്റീസ് കണ്ടുപിടിച്ചിട്ട് അത് നമ്മളുടെ മോർണിംഗ് റുട്ടീനിലോട്ട് ആഡ് ചെയ്യുവാണെങ്കിൽ നമ്മളുടെ ഡെയിലി ഉള്ള പ്രൊഡക്ടിവിറ്റീനെ ബൂസ്റ്റപ്പ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഒരു മിറക്കിൾ മോർണിംഗ് റുട്ടീൻ എന്ന് പറഞ്ഞിട്ട് ഒരു സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചെയ്യുന്നവരുണ്ട്. അതിനുശേഷം അവരുടെ ബാക്കിയുള്ള കാര്യങ്ങളിലോട്ട് അവർ നീങ്ങത്തുള്ളൂ. ശരിക്കും പറഞ്ഞാൽ അത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡിനും ബോഡിക്കും എല്ലാം നമ്മളൊരു ബൂസ്റ്റപ്പ് കൊടുക്കുകയാണ്. നമ്മളൊരു ദിവസം എങ്ങനെ തുടങ്ങുന്നോ അതായിരിക്കും നമ്മളുടെ ആ ഡേയുടെ ടോൺ സെറ്റ് ചെയ്യുക എന്ന് പറയില്ലേ. അപ്പോൾ കഴിയുന്നതും രാവിലെ തന്നെ കുറച്ച് നല്ല നല്ല ഹാബിറ്റ്സിൽ കൂടെ നമ്മുടെ മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ഡേ മൊത്തം അടിപൊളിയായി പ്രൊഡക്റ്റീവ് ആവാനുള്ള ആ ഒരു എനർജി നമുക്ക് ഈ ആക്ടിവിറ്റീസ് തരും. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ 30 മിനിറ്റ്സ് രാവിലെയുള്ള നടത്തമാണ്. പിന്നെ റെഗുലറായിട്ടല്ലെങ്കിലും ജേർണലിങ് ആൻഡ് ടു ഡു ലിസ്റ്റ് എഴുതാറുണ്ട്. ജേർണലിങ് കൺസിസ്റ്റൻ്റ് ആയിട്ടില്ല. അത്രയും കൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഒരു 6:45 ആകുമ്പോഴത്തേനും നമ്മുടെ കിച്ചണിലെ ജോലികൾ തുടങ്ങാൻ നോക്കാറുണ്ട് കേട്ടോ. അങ്ങനെ വാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ കിച്ചണിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അപ്പവും കടലക്കറിയാണ്. കറുത്ത കടലയല്ല, വെള്ളക്കടലയാണ് കേട്ടോ. അപ്പോൾ കറിക്ക് വേണ്ടിയിട്ട് നമ്മൾ സവാള വഴറ്റിയെടുക്കാൻ പോവുകയാണ്. തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ വെള്ളക്കടല വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. കറി മസാലപ്പൊടി സാധാരണ പൊടിച്ചെടുക്കുകയാണ് ചെയ്യുക. പക്ഷേ ഇപ്പോൾ നല്ല നാടൻ ഈ പൊടിക്കുന്ന സ്ഥലങ്ങളില്ലേ, അങ്ങനെയൊരു സ്ഥലത്തു നിന്ന് നമുക്ക് കിട്ടുന്നതുകൊണ്ട് നല്ല പൊടിയാണ്. അതുകൊണ്ട് ഞാനിപ്പം പാക്കറ്റ് തന്നെയാണ് കേട്ടോ വാങ്ങിക്കാറ്. അതല്ലാതെ ഈ ബ്രാൻഡഡ് ഗരം മസാലപ്പൊടികളില്ലേ, ഈസ്റ്റേൺ അങ്ങനെയുള്ള ബ്രാൻഡുകളുടെ ഒന്നും ഞാൻ വാങ്ങാറില്ല. ഇങ്ങനെ നാടനായിട്ട് നമ്മുടെ ലോക്കലായിട്ട് കിട്ടുന്ന സംഭവങ്ങളാണ്. നമുക്ക് ട്രസ്റ്റഡ് ആയിട്ടുള്ള സ്ഥലങ്ങളുണ്ടല്ലോ, അവിടെ നിന്നാണ് കേട്ടോ വാങ്ങിക്കാറ്. രാവിലെ തന്നെ ഒരു ലോഡ് ലോണ്ട്രി ചെയ്യാന്നുള്ളത് സ്ഥിരമായിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് കേട്ടോ. അപ്പം ഡെയിലി ഒരു ലോഡ് വെച്ചിട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് അങ്ങ് ഹെവി ആവില്ല. 2 ചെടികൾ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. മിൻറ്റിൻ്റെ ഒരു തയ്യും കൂടി ഞാൻ വാങ്ങിച്ചു. അതുപോലെ വേറൊരു ഫ്ലവറുള്ള ഒരു ചെടിയും കൂടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ സമയം കിട്ടുമ്പോൾ അതും ഒന്ന് നട്ടു കൊടുക്കണം. അപ്പോൾ കറി റെഡി ആകുമ്പോഴത്തേനും നമുക്ക് അപ്പം കുറച്ച് ചുട്ടെടുക്കാമല്ലോ. അപ്പം നല്ലപോലെ പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ കുറച്ച് അപ്പം ചുട്ടെടുക്കുകയാണ്. അപ്പോൾ കുറച്ച് ഇവിടെ ചുട്ട് വയ്ക്കും. പിന്നെ ചിലർക്ക് ഇവിടെ കുറച്ച് അപ്പം ചുട്ട് കിട്ടുന്നത് ഒത്തിരി ഇഷ്ടമാണ്, ക്രിസ്പി അപ്പം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് എന്തായാലും കുറച്ച് ചെയ്യാനുണ്ടാവും. അതിൻ്റെ കൂട്ടത്തിൽ ആദ്യമേ കുറച്ച് അപ്പം ചുട്ട് വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് സംഭവം പെട്ടെന്ന് തീർന്നു പോകുമല്ലോ. അപ്പോൾ കുറച്ച് അപ്പം എന്തായാലും ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡയറ്റിലായതുകൊണ്ട് എനിക്ക് വേണ്ടിയിട്ട് റാഗി വെച്ചിട്ട് തന്നെ അപ്പം മാവ് ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. റാഗിയും പച്ചരിയും കൂടി കുതിർത്തിട്ട് പിന്നെ സാധാരണ നമ്മൾ അപ്പത്തിന് കലക്കിയെടുക്കുന്ന പോലെ. അപ്പം സാധാരണ പച്ചരി വെച്ചിട്ട് നമ്മൾ സാധാരണ അപ്പം ഉണ്ടാക്കുമ്പോൾ അതേ ഒരു ടൈമിൽ ഇതും കൂടി അങ്ങ് ചെയ്തു പോവുകയാണെങ്കിൽ കുഴപ്പമില്ലല്ലോ. ബാക്കി പ്രൊസീജിയറൊക്കെ സെയിം തന്നെ, കുറച്ച് റാഗിയും കൂടി ചേർക്കുന്നുണ്ട് എന്നുള്ളൂ കേട്ടോ. അപ്പോൾ റാഗി നമ്മുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഒത്തിരി നല്ലതാണ്. ഞാൻ പണ്ട് തീരെ കഴിക്കില്ലായിരുന്നു. പിന്നെയാണ് അതിൻ്റെ ടേസ്റ്റ് അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. അതുപോലെ ഒത്തിരി നല്ലതാണല്ലോ, നമ്മൾ കുട്ടികൾക്കൊക്കെ ഒത്തിരി കൊടുക്കുമല്ലോ. അപ്പം ഞാനിപ്പോൾ കഴിയുന്നതും ഡയറ്റിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ബാക്കിയുള്ളവർക്കൊന്നും ഇങ്ങനെ ബ്ലാക്ക് ഡോട്ട്സ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അവർ കഴിക്കത്തില്ല. അപ്പം അവർക്ക് സാധാരണ അപ്പവും സാധാരണ ദോശയൊക്കെ തന്നെയാണ്.
അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു. നല്ല അപ്പവും കടലക്കറിയൊക്കെ കഴിച്ചു. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത് റിപ്പബ്ലിക് ഡേയുടെ അന്നാണ് കേട്ടോ. അപ്പം രാവിലെ തന്നെ റിപ്പബ്ലിക് ഡേയുടെ ലൈവ് ടെലികാസ്റ്റൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ പണ്ട് നമ്മൾ ഒത്തിരി നമ്മുടെ ചെറുപ്പകാലത്തൊക്കെ ഒരുപാട് ഈ ഇൻഡിപെൻഡൻസ് ഡേ പരേഡും അതിൻ്റെ ടാബ്ലോ കാണുന്നതൊക്കെ ഒത്തിരി എക്സൈറ്റ്മെൻറ്റോടുകൂടി ഇരിക്കണ ഒരു സംഭവമായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ ജസ്റ്റ് കുറച്ച് നേരം അത് ഓണാക്കി വെച്ചപ്പോൾ കുട്ടികൾക്കും പക്ഷെ അവർക്കൊന്നും ഈ ഒരു ഡാൻസോ ഇതൊന്നും കാണാൻ ഒരു താല്പര്യമില്ല കേട്ടോ. പക്ഷേ നമുക്ക് ആ പഴയ ഓർമ്മകളിലോട്ടൊക്കെ തിരിച്ചു പോയ പോലെ തോന്നിയായിരുന്നു. അപ്പോൾ ഡാൻസേഴ്സ് എല്ലാവരും തന്നെ മാസ്കൊക്കെ ഇട്ടിട്ടാണ് ഡാൻസ് ചെയ്യുന്നതും. അതുപോലെ ഓഡിയൻസിലുള്ള എല്ലാവരും തന്നെ നല്ലപോലെ സോഷ്യൽ ഡിസ്റ്റൻസ് ഒക്കെ പാലിച്ചിട്ടാണ് ഇരിക്കുന്നതും. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ ഇരുന്ന് കണ്ടു കേട്ടോ. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞാണ് കിച്ചണിലോട്ട് പോകുന്നത്. ആ ഒരു ടൈമിൽ ഞാൻ ജസ്റ്റ് ഒന്നൊരു ഡെയിലി സ്കെഡ്യൂൾ എന്ന് പറഞ്ഞിട്ടൊന്ന് എഴുതി വെച്ചു കേട്ടോ. ഒരു രാവിലെ തൊട്ട് വൈകിട്ട് വരെ എങ്ങനെ വേണം എന്നുള്ളത്. ഇത് ഞാൻ മുന്നേ ചെയ്തിരുന്നൊരു സംഭവമാണ്. ശരിക്കും പറഞ്ഞാൽ എക്സാക്ട്ലി ഇതുപോലെ ഫോളോ ചെയ്യുമൊന്നുമില്ല. എന്നാലും എനിക്കിങ്ങനെ ഒന്ന് എഴുതി വെച്ച് കഴിയുമ്പോഴത്തേനും പിന്നെ നമുക്ക് മൈൻഡിൽ ക്ലിയർ ആയ പോലെയാണ് രാവിലെ ഓരോരോ സെക്ഷൻ, അതായത് മോർണിംഗ് റുട്ടീനിൽ എന്തൊക്കെ വേണം, ആഫ്റ്റർനൂണിൽ എന്തൊക്കെ വേണം, ഈവനിങ്ങിൽ എന്ത് വേണം, നൈറ്റിൽ എന്തൊക്കെ വേണം. അങ്ങനെ നമ്മളൊന്ന് സെറ്റ് ചെയ്ത് വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഐഡിയ കിട്ടുകയും ചെയ്യും. അതുപോലെ നമുക്ക് ചില ആക്ടിവിറ്റീസ് നമുക്ക് പുതിയതായിട്ട് ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടാവുമല്ലോ. ആ കുറച്ച് കാര്യങ്ങളും കൂടി ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ നമുക്കൊരു ഐഡിയ കിട്ടുന്നത് ഇങ്ങനെ എഴുതി വയ്ക്കുമ്പോഴാണ് കേട്ടോ. എക്സാക്ട്ലി ഇതുപോലെ ഫോളോ ചെയ്തില്ലെങ്കിലും നമ്മുടെ ഒരു ഐഡിയൽ ഡേ, ഒരു പെർഫെക്റ്റ് ഡേ, അല്ലെങ്കിൽ ഒരു സിമ്പിൾ ഡേ എങ്ങനെ പോകണം, ഒരു വർക്കിംഗ് ഡേ എങ്ങനെ പോകണം എന്നുള്ളത് അതിനെക്കുറിച്ചിട്ടൊരു ഐഡിയ നമ്മളുടെ കയ്യിൽ, നമുക്ക് ഓൾറെഡി ഇപ്പം നമ്മുടെ കയ്യിലൊരു റുട്ടീൻ ഉണ്ടാവും. എന്നാലും അത് ഒന്ന് എഴുതി വയ്ക്കുമ്പോഴത്തേനും കുറേ ആക്ടിവിറ്റീസൊക്കെ കറക്റ്റായി ഒന്ന് പ്ലേസ് ആയി വരുന്ന പോലെ തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പെട്ടെന്നൊന്ന് റൂമുകളൊക്കെ ഒന്ന് ഒതുക്കിയിടണം. എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യമാണ് കേട്ടോ. അതുപോലെ കുറച്ച് പെൻഡിങ് ആയിട്ട് ഇരുന്നൊരു കാര്യമാണ്, ഒരു ചെറിയ സെക്ഷൻ ഉണ്ട് കേട്ടോ കോസ്മെറ്റിക്സ് ഒക്കെ വെക്കുന്നത്. അപ്പോൾ അതിനകത്ത് കുറച്ചൊന്ന് ഡിസോർഡർ ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ അത് കുറേ നാളായി അതിങ്ങനെ പെൻഡിങ് ആയിട്ട് എന്നെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നു. അപ്പോൾ ഞാൻ ഇത് ശരിക്കും ഇന്ന് പ്ലാൻ ചെയ്തിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല കേട്ടോ. പെട്ടെന്ന് അവിടെ ഒന്ന് ഒതുക്കിയിടാമെന്ന് തോന്നി. അപ്പം തോന്നിയ സ്ഥിതിക്ക് പിന്നെ അത് വൈകിക്കാൻ വെച്ചില്ല. വേഗം തന്നെ സാധനങ്ങളൊക്കെ പുറത്തെടുത്ത് എന്തായാലും കുറച്ച് എന്തെങ്കിലുമൊക്കെ മാറ്റാനുണ്ടാവും. അപ്പോൾ അതൊക്കെ മാറ്റി ഒന്നുകൂടി ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് കേട്ടോ ഇപ്പോഴത്തെ ഒരു ടാസ്ക്. ഞാൻ ചെറിയൊരു വേസ്റ്റ് കവറും സൈഡിലെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധനങ്ങൾ കളയുന്ന അനുസരിച്ച് അതിനകത്തോട്ട് അങ്ങ് ആക്കി കൊടുത്താൽ പെട്ടെന്ന് തന്നെ എടുത്ത് ഒഴിവാക്കാമല്ലോ. അപ്പോൾ കുറേ സാധനങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ കളയാൻ. മരുന്നുകൾ, പഴയ എക്സ്പയറി കഴിഞ്ഞ കുറച്ച് മരുന്നുകൾ, പിന്നെ അതുപോലെ ചില ക്രീമുകളൊക്കെ, പഴയ ക്രീമുകളൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. അത് ചില കാലി കവറ് അങ്ങനെയൊക്കെ ഇതിനകത്ത് ഇരിപ്പുണ്ടാവും കേട്ടോ. നമ്മൾ റെഗുലറായിട്ട് ചെയ്തു പോയില്ലെങ്കിൽ എന്തായാലും ആ ഒരു സെക്ഷനിൽ നമ്മൾ അനാവശ്യ സാധനങ്ങൾ നിറയും. അപ്പം ഒരു മാസത്തിലൊരിക്കലെങ്കിലും നമ്മളിങ്ങനെയൊന്ന് ചെയ്ത്, മാസത്തിലൊരിക്കലും വേണ്ടി വരില്ല, ഒരു 2 മാസം കൂടുമ്പോഴെങ്കിലും നമ്മളിങ്ങനെയൊന്ന് ചെയ്ത് പോയാൽ അത്യാവശ്യം വൃത്തിക്ക് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് കോസ്മെറ്റിക് ഐറ്റംസ് എന്ന് പറയാൻ ഒരുപാടൊന്നുമില്ല കേട്ടോ. സ്കിൻ കെയറിന് ഐറ്റംസ് വാങ്ങാൻ എനിക്കിഷ്ടമാണ്. അതുപോലെ പിന്നെ എന്തെങ്കിലും ഒന്ന് എന്തെങ്കിലും ഒരു മോയ്സ്ചറൈസർ ഉണ്ടാവും, ചെറിയൊരു ലിപ് ബാം ഉണ്ടാവും. അങ്ങനെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടോ. അതുപോലെ ഇപ്പം ഓർണമെൻറ്റ്സ് എന്ന് പറയാനും ഞാൻ വളരെ കുറവേ ഉപയോഗിക്കാറുള്ളൂ. ഗോൾഡ് ആണെങ്കിലും അല്ലാത്ത സംഭവങ്ങളാണെങ്കിലും വളരെ കുറവേ ഉണ്ടാവുള്ളൂ. അപ്പം അത് ഓർഗനൈസ് ചെയ്ത് വെക്കാനും വലിയ ബുദ്ധിമുട്ടില്ല കേട്ടോ. അങ്ങനെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഒഴിവാക്കി ആവശ്യമുള്ളത് മാത്രം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ആ ഒരു കബേർഡ് ഓർഗനൈസ് ചെയ്ത് ഫിനിഷ് ആക്കിയിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെയൊന്ന് ഡീക്ലട്ടർ ചെയ്ത് നമ്മുടെ കബേർഡ് ഒന്ന് അറേഞ്ച് ആയി കഴിയുമ്പോൾ ഉള്ളൊരു ആശ്വാസം, ശരിക്കും അത് ഭയങ്കര ഒരു സമാധാനമാണല്ലേ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ബെഡ്റൂം കംപ്ലീറ്റ് ഡീപ്പ് ക്ലീൻ ചെയ്ത് കഴിഞ്ഞപ്പോഴും നമുക്ക് ഇതേ ഒരു സമാധാനം ഫീൽ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾക്കും അങ്ങനെ തന്നെയല്ലേ? നമ്മൾ ആ ക്ലീൻ ചെയ്ത് ആ ഒരു ഏരിയ കാണുമ്പോഴത്തേനും പിന്നെയും നമുക്ക് അടുത്തൊരു സെക്ഷൻ ക്ലീൻ ചെയ്യാൻ അതൊരു മോട്ടിവേഷനും കൂടിയാണ് അല്ലേ.
അപ്പോൾ ആ ഒരു ജോലി കഴിഞ്ഞു. ഇനി ചെയ്യാനുള്ളത് നമ്മൾ 2 ചെടി വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു മിൻറ്റിൻ്റെ ചെടിയുണ്ട്, പുതിന. അപ്പം എൻ്റെ കയ്യിൽ ഒരു ചട്ടി ഇതുപോലെ ഫ്രീ ആയിട്ട് ഇരിപ്പുണ്ട്. പച്ചക്കറി ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കോവിഡ് തുടങ്ങിയ സമയത്ത് അപ്പോൾ ഒരു ഭയങ്കര ആഗ്രഹം വന്നിട്ട് ചട്ടികളൊക്കെ വാങ്ങിയതാണ് കേട്ടോ. പക്ഷേ പച്ചക്കറിയൊന്നും കാര്യമായി നടന്നില്ല. തക്കാളി ഒക്കെ ഉണ്ടാക്കിയിട്ട് അതിൽ നിറയെ മീലിബഗൊക്കെ വന്ന് സാധാരണ ചെടികളും കൂടി നശിച്ചു പോയി. അപ്പോൾ പിന്നെ ഞാൻ പച്ചക്കറി ചെയ്യാന്നുള്ളത് ആ ആഗ്രഹം അങ്ങോട്ട് ഒഴിവാക്കി. പക്ഷെ എനിക്ക് മിൻറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഇതുപോലെ മുന്നേ ചെയ്തപ്പോഴത്തേനും ചെറിയൊരു പോട്ടിലായിരുന്നു വെച്ചത്. അപ്പോൾ ആ ഒരു പോട്ട് നിറയെ പടർന്ന് കിട്ടുമല്ലോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതുപോലെ വലിയ ചട്ടിയുണ്ട്. അപ്പം ഇതിൽ വെച്ച് കൊടുത്താൽ ഈ ഒരു വലിയ പോട്ട് മുഴുവൻ മിൻറ്റ് നമുക്ക് ഉണ്ടാക്കി കിട്ടുമല്ലോ. അപ്പോൾ ആ ഒരു ഐഡിയ വെച്ചിട്ട് ഞാൻ ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അപ്പോൾ ഓൾറെഡി വേറൊരു വലിയ പോട്ടിൽ ഉണ്ട്. പക്ഷേ ഇങ്ങനെ മിൻറ്റിന് ഒട്ടും കെയർ ആവശ്യമില്ല. ഞാനാണെങ്കിൽ വൈകുന്നേരം പൈനാപ്പിൾ സ്മൂത്തി കുടിക്കുമ്പം എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ മിൻറ്റ് പറിച്ചിട്ട് കുടിക്കാൻ. അപ്പം നമ്മൾ എന്നും ഇങ്ങനെ കുറേ മിൻറ്റ് പറിച്ചെടുക്കുമ്പോഴത്തേനും പെട്ടെന്ന് തീർന്നു പോകില്ലേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു പോട്ടിലും കൂടി ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ നല്ല സൂപ്പറായിരിക്കും. അതുപോലെ ഇവിടെ എല്ലാവർക്കും മിൻറ്റ് ലൈം കുടിക്കാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഈ ഒരു മിൻറ്റും കൂടി വന്നു കഴിയുമ്പോൾ നമുക്ക് പിന്നെ എന്തായാലും പുറത്തുനിന്ന് മിൻറ്റ്, ഇപ്പോഴും ഞാൻ പുറത്തുനിന്ന് പുതിന വാങ്ങിക്കാറില്ല കേട്ടോ. അപ്പോൾ ഇനി ബിരിയാണി ഉണ്ടാക്കുകയാണെങ്കിലൊക്കെ ലാവിഷായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ ഈ മിൻറ്റും കൂടി വരുമ്പോൾ കറക്റ്റായിരിക്കും. ഈ ഒരു ചെടിയും കൂടി നട്ടു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേനും സമയമൊക്കെ ഒരുപാടായി. ഇനി ലഞ്ചിൻ്റെ കാര്യങ്ങളും കൂടി നോക്കണം. രാവിലെ അതൊന്നും നോക്കിയിട്ടില്ല. അപ്പോൾ ആസ് യൂഷ്വൽ തട്ടിക്കൂട്ടേണ്ട ദിവസം നമ്മൾ തക്കാളി ചമ്മന്തി തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. മിഡ് മോർണിംഗ് സ്നാക്കായിട്ട് കുറച്ച് മാതള നാരങ്ങ അതാണ് കേട്ടോ കഴിക്കുന്നത്. പെട്ടെന്ന് തന്നെ കുറച്ച് ചീരയൊക്കെ അരിഞ്ഞെടുത്തു. ഒരു ചീരത്തോരനും കൂടി ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അത് ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ചാള മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. തലേ ദിവസം ഇലയിൽ പൊതിഞ്ഞ് ചാള പൊള്ളിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു. പക്ഷെ അന്ന് വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. അപ്പോൾ ഇനിയൊരു പ്രാവശ്യം ഇതുപോലെ പൊള്ളിച്ചെടുക്കുമ്പോഴത്തേനും എന്തായാലും വീഡിയോ എടുത്തിട്ട് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. അപ്പോൾ അതൊക്കെയായിരുന്നു അന്നത്തെ ദിവസത്തെ വിശേഷങ്ങൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വേഗം വരാം. അതുവരേക്കും ബൈ.